اهدنا الصراط المستقيم. ഇബ്രാഹിം ഉസ്താദ് ഒറ്റക്കാണെന്നും ബാക്കിയുള്ളവരൊക്കെ വേറെ എതിർവശത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബേജാറാകുന്നു വേണ്ട. ഞങ്ങളാരും അശായിറത്തിന്റെ ഇമാമികളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും തന്നെ എല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള 3/4 ആളുകളും അശ്അരി നഹജിൽ രചിക്കപ്പെട്ടിട്ടുള്ള അഖീദയുടെ കിതാബുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനി എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ സലഫികളും അശരികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലൊന്നും അല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കും വേണ്ട. എൻ്റെ വിഷയാവതരണം പൂർണ്ണമായി ക്ഷമയോടെ കേട്ടാൽ നിങ്ങൾക്ക് തിരിയും. അത് കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഇവിടെ കിടന്ന് വാട്സപ്പിൽ കിടന്ന് ചർച്ച ചെയ്യുന്ന സമയത്തിന് മുന്നേ അതൊന്ന് ക്ഷമയോടെ കേൾക്കി. ഞാൻ അതിൽ കൃത്യമായ ഒരൊറ്റ പോയിന്റാണ് വിഷയമായ മുന്നോട്ട് വെച്ചത്. അശ്അരി അഖീദ, അതിൻ്റെ ഇമാമിയങ്ങൾ പലരും ഇഅ്തിസാലിൽ നിന്നും ഇൽമുൽ കലാമിൽ നിന്നും അവർ തൗബ ചെയ്ത് അഖീദത്തു സലഫിലേക്ക് മടങ്ങിക്കൊണ്ടാണ് വഫാത്തായി പോയതെങ്കിൽ പോലും ഇന്നും ആ അശ്അരി അഖീദയെ രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ മിക്ക അഖീദകളിലും ഇഅ്തിസാലിൻ്റെ ചില ഉസൂലുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ വാദം. അതുണ്ടോ അല്ലേ എന്ന് ക്ലിയർ ചെയ്യലാണ്. ഉണ്ടെങ്കിൽ മുഅ്തസിലിങ്ങൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നിട്ട് മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാനൊറ്റയ്ക്ക് ബാക്കിയുള്ളവരൊക്കെ മറ്റേ ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഉള്ളതുപോലെ പറയും. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എടുത്തു ധരിച്ചാൽ മതി.